ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ലെയറുകളൊക്കെയുള്ള പൊറാട്ടയാണ്. ഇതിൽ നമ്മൾ മുട്ട, പാല് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ പൊറാട്ടയ്ക്ക് വേണ്ടി 1/2 കിലോ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 കപ്പ് മൈദയാണിത്. മൈദ വാങ്ങുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ വാങ്ങാൻ കിട്ടും. അതിൽ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വാങ്ങാൻ നോക്കണം. ഇനി ഇതിൻ്റെ നടുഭാഗത്തുനിന്ന് കുറച്ച് പൊടി ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, പാം ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ആയാലും മതി. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. പച്ചവെള്ളം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പരത്തുന്ന സമയത്ത് മാവ് ലൂസായി കീറിപ്പോവും. 1 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തത്. ഏകദേശം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മൾ നല്ല പോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. വെള്ളം ചേർത്ത് സോഫ്റ്റാക്കരുത്. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും കുഴക്കണം. ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് ഓയിൽ പുരട്ടി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മുകളിലൊരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പുറം ഭാഗം ഡ്രൈ ആയിട്ട് വരും. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ബോളുകളാക്കിയെടുക്കാം. 5 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. 1 പീസ് 2 പൊറാട്ടക്കുള്ള മാവാണ്. 1 പൊറാട്ടക്ക് 1 ബോൾ എന്ന കണക്കിൽ മുറിച്ചെടുത്താലും മതി. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം. വീശിയെടുക്കാനാണെങ്കിൽ കുറച്ച് വലിയ ബോളുകളാക്കുക തന്നെ വേണം. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി ഉരുട്ടിയെടുത്താൽ മതി. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഓയിൽ തീരെ കുറഞ്ഞും പോകരുത്, അതുപോലെ വല്ലാതെ കൂടാനും പാടില്ല. ഇനി ഇതൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നേരത്തെ പോലെ തന്നെ മുകളിൽ നനഞ്ഞൊരു തുണി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് കൈകൊണ്ടൊന്ന് പരത്താം. ഇനി ഇത് കനം കുറച്ച് പരത്തിയെടുക്കണം. വീശിയെടുക്കാൻ അറിയണവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അല്ലെങ്കിൽ കോയിൽ കൊണ്ട് വളരെ കനം കുറച്ച് പരത്തിയെടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ കട്ടി കുറച്ച് പരത്തിയെടുക്കണം. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് കുടഞ്ഞു കൊടുക്കാം. 2 പൊറാട്ടയാണ് നമ്മളിത് വെച്ചുണ്ടാക്കുന്നത്. ഇനി ഒരു കത്തി കൊണ്ട് വളരെ വീതി കുറച്ച് ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. ഇനി ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. വീശിയെടുക്കാനാണെങ്കിൽ സൈഡ് നല്ലപോലെ കനം കുറച്ച് ഈ ഒരു വലുപ്പത്തിൽ പരത്തിയതിന് ശേഷം വേണം അടിക്കാൻ. ഇനി നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി കൈകൊണ്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ പരത്തിയെടുക്കാം. ഇനി ഇത് പൊറാട്ടക്കല്ലിലോ ദോശച്ചട്ടിയിലോ ഒക്കെ ചുട്ടെടുക്കാം. ഞാനിവിടെ ദോശച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. പൊറാട്ട ചുടാൻ എപ്പോഴും നല്ലത് ഇരുമ്പ് ചട്ടിയാണ്.
പൊറോട്ട ചുടുന്ന സമയത്ത് മുകളിൽ പുരട്ടാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് 1 ടീസ്പൂൺ വനസ്പതി ഇട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പൊറോട്ട ഇട്ട് കൊടുക്കാൻ. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോൾ കുറച്ച് ഓയിൽ പുരട്ടി ഒന്ന് മറിച്ചിടാം. ഓയിലൊന്ന് ചെറുതായി തടവി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായി വേണം പൊറോട്ട ചുട്ടെടുക്കാൻ. ചൂട് കുറവായി തോന്നുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ കൂടിക്കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു വരും. ഡ്രൈ ആയി തോന്നുമ്പോൾ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. ഈ ഒരു പാകത്തിനാകുമ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റാം. ചൂട് പോവാതിരിക്കാൻ ഒരു കാസറോൾ ഇട്ട് വെക്കാം. ഇതിപ്പോൾ ഒരു 5 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ ഇതുപോലെ സൈഡിൽ നിന്ന് അടിച്ചു കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ നല്ലോണം കുത്തി കൊടുക്കുമ്പോഴാണ് പൊറോട്ട നല്ല ലെയറുകളായിട്ട് വരുന്നത്. നമ്മുടെ ലെയറുകളൊക്കെ ഈ സമയത്ത് വിട്ട് വരും. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചുട്ടടിച്ചെടുക്കാം. നല്ല ലെയറൊക്കെ ആയി നല്ല പൊറോട്ടയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.